മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് ടൈലറിങ്ങിൽ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ആ കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസിലൂടെ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതാണ് അതായത് ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടൈലറിങ് ബിസിനസ് അഥവാ ടൈലറിങ് അറിയാത്ത ആളുകൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. തുടക്കം തന്നെ നമ്മൾ ഒരുപാട് മോഡൽ കഴുത്ത്, അതുപോലെ തന്നെ വെറൈറ്റി കഴുത്തുകളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടതാണ് യു കഴുത്ത്, അതുപോലെ തന്നെ വി കഴുത്ത്, പിന്നെ സ്ക്വയർ വരുന്ന ആ മോഡലിലുള്ള കഴുത്ത്. ഈ 3 കഴുത്ത് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നന്നായി പ്രാക്ടീസ് ആവുന്ന വരെ നമ്മൾ ഈ ഒരു കഴുത്തിന് തന്നെയാണ് നമ്മൾ അടിച്ച് പഠിക്കുക. അതായത് യു കഴുത്ത്, വി കഴുത്ത്, പിന്നെ സ്ക്വയർ വരുന്ന കഴുത്ത്. അപ്പോൾ ഈ ഒരു 3 കഴുത്തും നമുക്ക് തയ്ക്കാൻ അറിയും വേണം, അതുപോലെ തന്നെ നമുക്കത് വെട്ടാനും അറിയണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇത് തയ്ക്കണതും അതുപോലെ തന്നെ വരച്ചിട്ടുമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇനി ഇത് വെട്ടണത് അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം. വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അടിക്കുന്നതും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചിലവരൊക്കെ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ക്ലാസ്സൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തു തരുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, അതിനുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ 3 തരം കഴുത്താണ് നമ്മളിപ്പോൾ ഈ ഒരു തുണിയിൽ വരച്ചിട്ടുള്ളത്. അതായത് യു കഴുത്ത്, വി കഴുത്ത്, അതുപോലെ തന്നെ സ്ക്വയർ വരുന്ന കഴുത്ത്. അപ്പോൾ ഇതിങ്ങനെ യു കഴുത്താണെങ്കിലും വി കഴുത്താണെങ്കിലും നമ്മൾ സാധാ വരച്ച് വെട്ടിയിട്ട് തയ്ക്കണേക്കാൾ നമുക്ക് വൃത്തി ക്യാൻവാസാണ്. ഇത് വൃത്തിയില്ല എന്നല്ല, പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ക്യാൻവാസൊക്കെ നമുക്ക് വെച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം വഴിയെ നമുക്ക് ക്യാൻവാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ക്യാൻവാസിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഫിനിഷിങ്ങും അതിൻ്റേതായ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ തുടക്കം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഫിനിഷിങ് വന്നതിന് ശേഷം മതി നമ്മൾ ക്യാൻവാസും കാര്യങ്ങളൊക്കെ എടുക്കൽ. അപ്പോൾ ഇങ്ങനെ 3 കഴുത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മൾ തയ്യൽ തുടങ്ങുന്ന സമയത്ത് ഒരു കെട്ടിട്ടിട്ടുള്ള അടിയുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് തയ്യൽ നിർത്തുമ്പോൾ കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പതിപ്പിച്ച് അടിക്കുക എന്ന് പറയും, അതും നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടൈലറിങ്ങിൻ്റെ മെയിൻ ഭാഗങ്ങൾ. അപ്പോൾ അതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഓരോന്നും തയ്ച്ച് തുടങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ യു കഴുത്താണ് ഞാൻ അടിക്കാൻ പോണത്. അപ്പോൾ അത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തുണി വലിച്ചു പിടിക്കരുത്. ഒരിക്കലും നമ്മൾ തുണി ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു വരയിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കരുത്. നമ്മളത് സിമ്പിളായിട്ട് വിടുക. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെട്ടിട്ടിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തുണിയിൽ കാണിക്കണില്ല, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കെട്ടിടുന്നതും അവസാനിപ്പിക്കുന്നതും ഈ ഒരു വീഡിയോസിൻ്റെ ലാസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു യു കഴുത്ത് ഞാൻ അടിക്കുന്നത് കാണിച്ചു. ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുക ഒന്നും ചെയ്യരുത്, നമ്മൾ ലൂസാക്കിയിട്ട് തളർത്തിയിടുക തന്നെ വേണം. എന്നിട്ട് നമ്മളിതിങ്ങനെ ആ ഒരു വരച്ച വരയിൽ കൂടെ നമ്മളിതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. സ്റ്റിച്ചിങ്ങിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് തയ്ച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോട്ടറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, കാലിൻ്റെ തള്ളവിരൽ, അത് മാത്രം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഫുള്ളും ആ ഒരു മോട്ടറിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോക്ക് അങ്ങോട്ട് പോകും.
അപ്പം അത് വേണ്ട. അപ്പോൾ കാലിൻ്റെ തള്ളവിരൽ മെല്ലെ മെല്ലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് തയ്ച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യു കഴുത്ത് നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഞാനതവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയാക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ യു കഴുത്ത് നമ്മളവിടെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ് വി കഴുത്ത്. കഴുത്താണ് വെട്ടാൻ പോകുന്നത്, അടിക്കാൻ പോകുന്നത്. അതിവിടെ ഇങ്ങനെ ഇതാക്കുക, നമ്മളിങ്ങനെ അടിച്ച് വരിക. അടിച്ച് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തി നിർത്തണം. കണ്ടോ? കുത്തി നിർത്തിയതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ പൊന്തിക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്നുകൊണ്ട് അടിച്ചു കൊടുക്കുക. എന്താണിത് സ്റ്റിച്ചിങ് സുഖമില്ലായ്മ. വീണ്ടും നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ? അപ്പം നമ്മുടെ വി കഴുത്തും ഇവിടെ കഴിഞ്ഞ് യു കഴുത്തും കഴിഞ്ഞ്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതാണ് സ്ക്വയർ വരുന്ന കഴുത്ത്. നിർത്തുക, ഇത് പൊന്തിക്കുക, വീണ്ടും കെട്ടിട്ട് കൊടുക്കുക. കഴുത്ത് 3 നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. യു കഴുത്ത്, വി കഴുത്ത്, സ്ക്വയർ കഴുത്ത്, അങ്ങനെ 3 നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഒറിജിനൽ തുണിയിൽ കഴുത്ത് വെട്ടുന്നതും വരച്ചിട്ട് വരക്കുന്നതും വെട്ടുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒരു പഴയൊരു തുണി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിതൊരു അളവ് കാര്യങ്ങളൊന്നുമില്ല, ഒരു തുണിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് നല്ലൊരു തുണിയിൽ കഴുത്ത് വെട്ടുന്നതും അതുപോലെ തന്നെ വരക്കുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണതും നമ്മൾ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് കെട്ടിടുന്നത്. കെട്ടിടുന്നത് ഒരുപാട് പേർക്ക് അറിയില്ല. എനിക്കും സത്യത്തിൽ ആദ്യം തന്നെ ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് നമ്മൾ സൂചി ഇങ്ങനെ നിർത്തിയതിന് ശേഷം നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടിക്കുന്നതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയാം, ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് എന്താണ് ഈ ഒരു സാധനം ഇവിടെ നമ്മൾ പൊന്തിച്ച് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്കവിടെ കെട്ടിടുക. അതായത് നമ്മളിത് പൊക്കി കൊടുക്കുകയും വേണം. അതിനനുസരിച്ചിട്ട് നമ്മൾ കാലുകൊണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ വേണം. ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അങ്ങോട്ടും വലിക്കണം ഇങ്ങോട്ടും വലിക്കണം. അപ്പോഴാണ് അവിടെ കെട്ട് വീഴുള്ളൂ. അപ്പോൾ അവിടെ കെട്ട് വീണിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ അടിച്ചെടുത്തിട്ട് ലാസ്റ്റിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ കെട്ടിടാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പൊന്തിച്ച് കൊടുക്കുക. നമ്മളവിടെ അടിച്ചു കൊടുക്കുകയും ചെയ്യുക. അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നീക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതവിടെ കെട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര വലിച്ചാലും നമുക്ക് ആ കെട്ട് അവിടുന്ന് പൊട്ടിപ്പോരില്ല. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതും ഈ ഒരു വീഡിയോസിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ടാണ് നമുക്കൊരു ടൈലറിങ്ങിൻ്റെയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചങ്ങോട്ട് അടിച്ച നേരം കൊണ്ട് നമ്മൾ ഈ സാധനം പൊക്കി കൊടുക്കുക. എന്നിട്ട് തുണി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ അവിടെ കെട്ട് വീഴും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു പോവുക. അടിച്ചു പോയിട്ട് ലാസ്റ്റും ഇതേപോലെ തന്നെ കെട്ടിടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ അത് പൊന്തിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക, അത് പൊന്തിച്ചു കൊടുക്കുക, തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. അപ്പോൾ അവിടെ കെട്ട് വീഴും. അപ്പോൾ പിന്നെ നമുക്ക് എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല.
അപ്പോൾ അതാണ് കെട്ടിടേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വട്ടം നോക്കിയിട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. എന്തൊരു കാര്യമാണെങ്കിലും തുടക്കം തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും 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 ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഉള്ളതാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മടക്കി അടിക്കാനൊക്കെ തരും. അപ്പോൾ മടക്കി അടിക്കാനൊക്കെ തരുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, മടക്കി അടിക്കുക, ഷേപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളിത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്നറിയാം, പതിച്ചടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ പതിച്ചടിക്കലും കൂടെ കഴിഞ്ഞാലാണ് നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങനെ കാണാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവരും തയ്യൽ തുമ്പ് കാണുന്ന രീതിയിലൊക്കെ തന്നെയാണ് അടിക്കുക. പിന്നെ ക്ലിയർ ആയിട്ടാണ് വരിക. അപ്പം അത് പതിച്ചടിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ആ തയ്യൽ തുമ്പ് ഏതെങ്കിലും ഒരു വശത്തേക്ക് തയ്യൽ തുമ്പ് ഇങ്ങനെ ആക്കിയിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ പതിച്ച് അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോസിൽ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.